ഈ കോരിയെടുക്കുന്നത് കരിക്കിൻ്റെ പുഡിങ്ങോ അല്ലെങ്കിൽ ഐസ്ക്രീമോ ഒന്നും അല്ല കേട്ടോ. വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള നല്ല കട്ടി തൈരാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതൊന്ന് തിളക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പം തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പാല് അടിയിൽ പിടിക്കാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആവി വന്ന് തുടങ്ങി. അപ്പോൾ ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇടയ്ക്ക് നമ്മൾ ഇളക്കുന്നതൊന്ന് നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് തിളക്കുന്നത് നമുക്കറിയാൻ പറ്റുള്ളൂ. നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് ആദ്യം ഇളക്കിയതിനേക്കാൾ കൂടുതൽ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ പതപ്പിച്ച് ഇടയ്ക്ക് ഇങ്ങനെ ആറ്റി ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒട്ടും തന്നെ പാട കെട്ടാതിരിക്കും. ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി കുറഞ്ഞ ഒരു ചൂടുള്ള സമയത്ത് നമുക്കിത് തൈര് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഏതിലാണോ നമ്മൾ തൈര് റെഡിയാക്കി എടുക്കുന്നത് അതിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മണ്ണിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ പാല് തിളപ്പിച്ച് കുറുക്കിയ പാൽ ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് ഉറ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഉറ ഒഴിച്ച് കൊടുത്ത് 6-7 മണിക്കൂർ മാറ്റി വെക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ 24 അവർ വെച്ചിരുന്നാലും മതി കേട്ടോ. മൂടി വെച്ച് ഒട്ടും ഇളക്കം തട്ടാത്ത രീതിയിൽ വേണം ഒരു സൈഡിലായിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 6 മണിക്കൂർ കഴിയുമ്പോൾ ഇതുപോലെ നല്ല കട്ടി തൈര് തയ്യാറായി കിട്ടും. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. താങ്ക്